എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നാണ് അബി AN ജ്വല്ലറിയിൽ മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേരിലുള്ള പൂജയൊക്കെ നവ്യ പൂജാമുറി നടത്തുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ജലജ പറയുന്നുണ്ട്, ഇത് നിനക്ക് കിട്ടിയ നല്ലൊരു ചാൻസാണ്. നിന്നെ തള്ളിക്കളഞ്ഞവരെല്ലാം നിൻ്റെ വളർച്ച കണ്ട് അസൂയപ്പെടണം. അതിന് കിട്ടിയൊരു അവസരമാണിത്. നീ നന്നായിട്ട് ഇത് പ്രയോജനപ്പെടുത്തിക്കോണം എന്നൊക്കെ പറയും. അന്നേരം നവ്യം പറയുന്നുണ്ട്, അത് തന്നെ, നീ ഇങ്ങനൊരു പോസ്റ്റിൽ എത്തുന്ന അവർ പോലും വിചാരിച്ച് കാണില്ല. അതുകൊണ്ട് നീ ഇത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കോണം, നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തോണം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ജലജ പറയുന്നുണ്ട്, ഇത് നവ്യ കാരണമാണ് കിട്ടിയത് എങ്കിൽ പോലും എൻ്റെ ഒരുപാട് പ്രാർത്ഥന ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് കൂടിയാണ് നിനക്ക് ഇങ്ങനൊരു നല്ല സ്ഥാനം കിട്ടിയത്. അത് നീ നന്നായിട്ട് പ്രയോജനപ്പെടുത്തണമെന്നൊക്കെ ജലജയും പറയുന്നു. അത് കഴിഞ്ഞ് അനുഗ്രഹമൊക്കെ മേടിച്ച് പോകാൻ തുടങ്ങുവാണ്. അതുപോലെ നവ്യ പറയുന്നുണ്ട്, ഇനി അനി MD ആയിട്ടിരിക്കുന്ന മൂർത്തി ജ്വല്ലറിയുടെ മുകളിലേക്ക് വനം AN ജ്വല്ലറി, പ്രത്യേകിച്ച് നിൻ്റെ ബ്രാഞ്ച്, അത് കണ്ട് ഇവിടെ ഉള്ളവർ വിഷമിക്കണം. ഇനി അങ്ങോട്ട് AN ജ്വല്ലറിയുടെ വളർച്ചയായിരിക്കും എന്നൊക്കെ പറയുന്നെങ്കിൽ ഭയങ്കര സന്തോഷമാട്ടോ അബിക്ക്. ഏതായാലും അനുഗ്രഹമൊക്കെ മേടിച്ച് ജലജയോട് യാത്ര ചോദിച്ച് അവർ നേരെ AN ജ്വല്ലറിയിലേക്ക് ചെല്ലുവാണ്. ഈ സമയം അബി വരുമ്പം സിഹിരിക്കേണ്ട രീതികളൊക്കെ മാളവിക സ്റ്റാഫിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഡേവിഡും വരുന്നുണ്ട്. എന്നിട്ട് ഡേവിഡ് പറയുവാണ്, ഇപ്പം ഇങ്ങോട്ട് വരുന്നത് അനന്തപുരിയിലെ ദത്തുപുത്രിയുടെ മകനാണ്. അതുകൊണ്ട് തന്നെ അവർക്കും അവരുടെ മകനും ആ കുടുംബത്തിൽ ഒരുപാട് അവഗണനകളും നിന്ദയും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങോട്ട് എത്തുന്ന അബിക്ക് അവരുടെ എല്ലാ രഹസ്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ അവനെ നമുക്ക് കൂടെ നിർത്തണം എന്നൊക്കെ പറയുമ്പം മാളവിക ഡേവിഡിനോട് ചോദിക്കുന്നുണ്ട്, അത് ഏതായാലും നന്നായില്ലേ സാർ, അവിടുത്തെ രഹസ്യങ്ങളൊക്കെ അറിയുന്ന ഒരാളെ മാനേജറായിട്ട് കിട്ടിയത് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവുമല്ലേ എന്ന് ചോദിക്കുമ്പം അതെ ഉറപ്പായിട്ടും എന്ന് പറയുന്നുണ്ട് ഡേവിഡ്. അതുപോലെ തന്നെ അനന്തപുരിയിലെ കൊച്ചുമകനാണ് ഇങ്ങോട്ട് വരുന്നത്. അതിൻ്റെ ഒരു പരിഗണനയും വിലയും അവന് കൊടുക്കണം. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സ്വീകരണം നമ്മളെ ഏർപ്പെടുത്തിയേക്കുന്നത് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ബൊക്കെ എടുത്ത് മാളവികയുടെ കയ്യിൽ കൊടുക്കും. മാളവിക തന്നെ അബിക്കത് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അബിയും നവിയും അങ്ങോട്ടേക്ക് എത്തുന്നു. അവരുടെ ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നുണ്ട് മാളവിക. അത് കഴിഞ്ഞും ഡേവിഡിൻ്റെ ഒരു പുകഴ്ത്തലാണ് അബിയെ. അബി ഇനി തൊട്ട് നമ്മുടെ പുതിയ ബ്രാഞ്ചിൻ്റെ മാനേജറായിരിക്കും, അബിയായിരിക്കും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്നൊക്കെ സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ് സ്വീകരണമൊക്കെ കഴിഞ്ഞ് ക്യാബിനിലേക്ക് കൊണ്ടുപോവുകയാണ് അബിയെയും അതുപോലെ നവ്യയും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ക്യാബിൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ക്യാബിൻ ഇതുവരെ ആരും ഉപയോഗിച്ചിട്ടില്ല, ഈ കസേരയിലും ആരും ഇരുന്നിട്ടില്ല, ഇത് അബിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ഡിസൈൻ ചെയ്തതാണ്. അബിയാണ് ഇതിൽ ആദ്യമായിട്ട് ഇരിക്കാൻ പോകുന്നത്. ഇനി ഒരിക്കലും അബിക്ക് മുകളിലേക്ക് ഇവിടെ വേറൊരാൾ ഈ ഒരു സീറ്റിലിരിക്കാൻ അബിക്ക് മുകളിൽ വേറൊരാൾ ഉണ്ടാവരുത്. ആ രീതിയിലായിരിക്കണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി അങ്ങനെ ഒരാൾ വന്നാൽ തന്നെ അബി ഇതിനും മുകളിലുള്ള പോസ്റ്റിലേക്ക് പോയതിന് ശേഷമായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അബിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട്, അബിയുമായിട്ട് ഞങ്ങൾക്ക് ബന്ധം ഉണ്ടായത് നവ്യയിലൂടെയാണ്. പിന്നീടാണ് അബിയെക്കുറിച്ച് ഞങ്ങൾ പലതും അറിയുന്നത്. അവൻ്റെ തെറ്റല്ലാതെ ഒരു കുഞ്ഞിൻ്റെ പിതൃത്വം അവൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വരെ പലരും നോക്കി. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. എനിക്ക് ഒരുപാട് സഹതാപവും വിഷമവും ഒക്കെ തോന്നി അബിയുടെ അവസ്ഥ ഓർത്ത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് അബി എത്തണം എന്ന് ഞാൻ തീരുമാനിച്ചത്. അതും ഒരു കാരണമാണ്, നിമിത്തമാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നു. അത് കഴിഞ്ഞ് അബിയെ പിടിച്ച കസേരയിൽ ഇരുത്തുന്നു. അന്നേരം ഇരുത്തുന്നതിന് മുമ്പ് ഡേവിഡ് പറയുക, സാർ ഇങ്ങോട്ട് ഇരിക്കുകയെന്ന്. അന്നേരം ഇങ്ങനെ അന്തം വിട്ടിട്ട് അബി, സാറെന്നോ, അതെന്താ എന്നെ അങ്ങനെ വിളിക്കുന്നത്, സാറിൻ്റെ ഒരു സ്റ്റാഫ് മാത്രമല്ലേ ഞാൻ എന്ന് ചോദിക്കുമ്പം, അല്ല ബാക്കിയുള്ളവരുടെ എല്ലാം സാറല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും. അന്നേരം അങ്ങനെയൊന്നും വിളിക്കേണ്ട എന്ന് പറയുമ്പോൾ ഇനി അതിൻ്റെ പേരിൽ ഒരു തർക്കം വേണ്ട, ഏതായാലും അബി ഇങ്ങോട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ് കസേര പിടിച്ചിരുത്തുക. എന്നിട്ട് ഡേവിഡ് ഇങ്ങനെ ഓർക്കുന്നുണ്ട്, ഏതായാലും ഫോണിലൂടെ CCTV ക്യാമറ ഉണ്ടല്ലോ, ഫോണിലൂടെ സാറും മോളും ഇതെല്ലാം കാണുന്നുണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നു. അത് കഴിഞ്ഞ് മാളവികയോട് പുറത്തേക്ക് പോകാൻ പറയുവാണേ. അന്നേരം മാളവിക പുറത്തേക്ക് പോകും. അപ്പോൾ മാളവിക ഓർക്കുന്നുണ്ട്, എന്തിനാ പോലെ എന്നെ പുറത്തേക്ക് വിട്ടത്, അപ്പോൾ വേറെ എന്തോ രഹസ്യം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഈ സമയം ഫോണിലൂടെ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു നാഗേന്ദ്രൻ പറയുന്നുണ്ട്, കണ്ടോ അവൻ രാജാവിനെ പോലെ ആ കസേരയിൽ ഇരിക്കുന്നത്, ഇനി അവൻ അവിടുന്ന് വളർന്ന് MD സ്ഥാനത്തേക്ക് എത്തും എന്ന് പറയുമ്പം, അപ്പോൾ MD സ്ഥാനത്ത് ഇരുത്താനും അച്ഛൻ തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പോൾ, ഒരു MD എൻ്റെ മകനും ഒരു MD എൻ്റെ മകളും ആയിരിക്കും എന്ന് പറയുമ്പോൾ അവധിക ചോദിക്കുന്നുണ്ട്, ഇനി ഈ സ്ഥാനത്തിന് അവകാശികളായിട്ട് വേറെ ആരെങ്കിലും വരുമോ എന്ന്. അന്നേരം അതെന്താ മോളെ നീ അങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത്, തമാശയ്ക്ക് പോലും എന്നോട് അങ്ങനെ ചോദിക്കരുത് എന്ന് പറയുമ്പം, അല്ല
ഞങ്ങളുടെ കുഞ്ഞിലെ അച്ഛൻ ഞങ്ങളെ വിട്ട് പോയതല്ലേ, ഇനി വേറെ ഭാര്യയും മക്കളും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാന്ന് പറയുമ്പം നാഗേന്ദ്രൻ അത് വിഷമാവും. നാഗേന്ദ്രൻ പറയുവാണ്, അന്ന് തൊട്ട് നിങ്ങളെ മനസ്സിൽ ഓർത്ത് വിഷമിച്ച് ജീവിച്ചവനാണ് ഞാൻ. ആ വിഷമം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ തിരിച്ചു വന്നത്. അതും അനന്തപുരിയിലെ അനന്തമൂർത്തിയേക്കാൾ ബലവാനായിട്ട് പണക്കാരനായിട്ട് ഞാൻ തിരിച്ചു വന്നത് അവരെ തകർക്കാൻ വേണ്ടി തന്നെയാണ്. ഇനി മൂർത്തി ജ്വല്ലറിയുടെ മുകളിൽ AN ജ്വല്ലറി വളരും. അനി MD ആയിട്ടിരിക്കുന്ന ബ്രാഞ്ചിനെ ഞാൻ തകർക്കും എന്നൊക്കെ പറയുമ്പം അവന്തിക പറയുന്നുണ്ട്, അനിയേട്ടൻ MD ആയിട്ടിരിക്കുന്ന ബ്രാഞ്ച് തകർക്കണം, അല്ലെങ്കിൽ ആ കമ്പനി തകർക്കണം എന്ന് ഞാൻ ഇനി ആഗ്രഹിക്കില്ല. കാരണം ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ അനിയേട്ടൻ, അങ്ങനെ വേണമെന്നല്ലേ അച്ഛൻ പറഞ്ഞത് എന്നൊക്കെ അവന്തിക ചോദിക്കുന്നുണ്ട്. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞത് നേര് തന്നെയാണ്. പക്ഷേ ഈ വിഷുവിന് ഉറപ്പായിട്ടും AN ജ്വല്ലറി തന്നെയായിരിക്കും മൂർത്തി ജ്വല്ലറിക്ക് മുകളിൽ വരുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സ്ഥാനവും ചിലപ്പം തെറിക്കും, അല്ലെങ്കിൽ അവനും പല ബുദ്ധിമുട്ടുകളുണ്ടാകും. ഈ ഒരു അവസരത്തിൽ അവനെ നമ്മൾ കൂടെ നിർത്തണം. അങ്ങനെ പയ്യെ 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 AN ജ്വല്ലറിയും മൂർത്തി ജ്വല്ലറിയും ലയിക്കണം. അനി നീ പറയുന്നത് കേട്ട് നിൻ്റെ സാരിത്തുമ്പിൽ പിടിച്ച് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് നിന്നെ എത്തിക്കണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ സ്വപ്നം കണ്ട് നിൽക്കുവാണ് രണ്ടുപേരും. ഈ സമയം ഇപ്പുറത്ത് ഡേവിഡ് അഭിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ ഉപദേശമൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുവാണ്. പ്രത്യേകിച്ച് നവ്യേനെ പരിഗണിച്ചോണം, നവ്യ കാരണമാണ് ഇതെല്ലാം കിട്ടിയത് എന്നുകൂടി ഡേവിഡ് അവിടെ നിന്ന് അഭിയോട് പറയുന്നുണ്ട്. അഭി പറയുന്നുണ്ട്, ഞാൻ ഇനി എപ്പോഴും നവ്യയുടെ കൂടെ കാണുമെന്നും പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഡേവിഡ് പുറത്തേക്ക് പോകുന്നു. പോയി കഴിയുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ് നവ്യയ്ക്ക്. നവ്യ പറയുന്നുണ്ട്, നീ ഈ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണം. സാറ് പറഞ്ഞത് കേട്ടോ, നീ ഈ ഒരു സ്ഥാനത്തിരുന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാണെങ്കിൽ, നിൻ്റെ കഴിവ് തെളിയിക്കുവാണെങ്കിൽ നിന്നെ ഇവിടുത്തെ MD വരെ ആക്കുമെന്ന് പറഞ്ഞത് കേട്ടോ, അതുകൊണ്ട് നീ നന്നായിട്ട് നിന്നോണം എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ഏതായാലും എനിക്ക് ഈ സ്ഥാനം കിട്ടാൻ കാരണം നീ കൂടിയാണ്, ആ നന്ദി എനിക്ക് ഉണ്ടാകുമെന്നൊക്കെ നവ്യയോടും പറയുന്നു. അത് കഴിഞ്ഞ് നവ്യ, നമുക്കൊരു സെൽഫി എടുക്കാം, ഈ സെൽഫി എടുത്തിട്ട് വേണം സ്റ്റാറ്റസ് ഇടാൻ, നീ ഈ സ്ഥാനത്ത് എത്തരുത് എന്ന് ആഗ്രഹിച്ച എല്ലാവരും ഈ സെൽഫി കാണണം, അവർ വിഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് സെൽഫി എടുക്കുന്നു. അത് കഴിഞ്ഞ് അഭി ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്, ഇതുപോലൊരു സ്ഥാനം മൂർത്തി ജ്വല്ലറി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ കിട്ടിയില്ല. എൻ്റെ ആഗ്രഹം താമസിച്ചാണെങ്കിലും ദൈവം സാധിച്ചു തന്നു. ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് അവർ കണ്ടു എന്നൊക്കെ അഭി മനസ്സിലോർക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം മാളവിക ആദർശിനോട് പോയി പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും ഇങ്ങനൊരു സ്റ്റാഫിന് ഇത്രയും വലിയൊരു സ്വീകരണം കൊടുക്കേണ്ട കാര്യമില്ല. അവരിങ്ങനൊരു സ്വീകരണം നൽകി അഭിയെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിലെല്ലാം അഭിയും ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആദർശ് പറയുന്നുണ്ട്, അഭിക്ക് മിക്കവാറും ഡേവിഡുമായിട്ടായിരിക്കില്ല ബന്ധം, അതിനും മുകളിൽ ഒരാളില്ലേ അയാളുമായിട്ടായിരിക്കും, അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത് എന്നൊക്കെ പറയുന്നു. പിന്നെ ഡേവിഡിന് മുകളിലുള്ള ആൾ ആ ഹോട്ടലിലാണ്, അവിടെ ഒന്ന് ഡേവിഡിൻ്റെ കൂടെ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ കണ്ടെത്താൻ സാധിച്ചേനെ എനിക്ക്, അതാരാണ് എന്നും മാളവിക പറയുന്നുണ്ട്. ഇങ്ങനെ ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതേക്കും നയനെ വിളിക്കുവാണ് ആദർശിനെ. നയനയ്ക്ക് ചെറിയൊരു ക്ഷീണം, വയറുവേദന, ഹോസ്പിറ്റലിൽ പോകണം. അന്നേരം ഞാൻ പോകുവാണ്, നയനയ്ക്ക് എന്തോ ക്ഷീണമുണ്ട്, ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞ് ആദർശ് അവിടുന്ന് പോരുന്നു. നേരെ വീട്ടിൽ വന്ന് നയനയെ കൂട്ടി ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ചെക്കപ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, ശരീരത്തിന് ചെറിയ ക്ഷീണം ഉണ്ടാവുകൊണ്ട് ഇനി ബെഡ് റെസ്റ്റ് എടുക്കണം, പുറത്തേക്ക് ഇങ്ങനെ കറങ്ങി നടക്കണമെന്ന് തോന്നുവാണെങ്കിൽ തന്നെ വീടിന് ചുറ്റുമേ നടക്കാവുള്ളൂ എന്നൊക്കെ പറയുന്നു. അതുപോലെ ആദർശിനോട് പറയുന്നുണ്ട്, പുറത്ത് കൊണ്ടുപോകരുത് എന്ന്. അന്നേരം ആദർശ് പറയും, ഞാൻ പറഞ്ഞ് കേൾക്കത്തില്ല, കൂടെ വരുമെന്ന് പറയുമ്പം കൊണ്ടുപോകും എന്ന് തോന്നുന്നതുകൊണ്ടല്ലേ കൂടെ വരുന്നത്, കൊണ്ടുപോകത്തില്ല എന്നങ്ങ് പറഞ്ഞേക്കണം, അപ്പോൾ പിന്നെ വരത്തില്ലല്ലോ എന്ന് ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ മെഡിസിനൊക്കെ കൊടുത്ത് അവിടുന്ന് പറഞ്ഞു വിടുന്നു. അവർ പോന്നു കഴിഞ്ഞാൽ ഉടനെ മുത്തശ്ശനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുവാണ് ഡോക്ടർ. അന്നേരം മുത്തശ്ശൻ എടുത്ത് ചോദിക്കുന്നുണ്ട്, റെസ്റ്റ് എടുക്കണം, ഇനി പുറത്ത് കറങ്ങി നടക്കരുത് എന്ന് പറഞ്ഞില്ലേ എന്ന്. അന്നേരം അതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അത് കഴിഞ്ഞ് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നോക്കണം, മോൾക്ക് സുഖമാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വീട്ടിൽ പോയി ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല, 3 മാസം ആയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്, ഒരു 5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളുള്ളിടത്ത് ഞാൻ പോയി നോക്കിക്കോളാം എന്നൊക്കെ ഡോക്ടറും മുത്തശ്ശനോട് പറയുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ മുത്തശ്ശി വരുന്നുണ്ട്. മുത്തശ്ശിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. അന്നേരം മുത്തശ്ശി പറയുവാണ്, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കണം, അതിനൊരു സ്ത്രീ വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അവരെ വിളിക്കാൻ പറയുന്നു. അന്നേരം അവർ ഇന്ന് വരുമെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ അവരെയും കൊണ്ട് മോളുടെ അടുത്തോട്ട് പൊയ്ക്കോളാം, അവിടെ പോയി ഉണ്ടാക്കി കൊടുത്തോളാം, അന്നേരം മോൾക്ക് ചൂടെ കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് പറയുന്നു. എന്നിട്ട് മുത്തശ്ശി ഒരു പരിഭവം പോലെ പറയുന്നുണ്ട്, ഈ സമയത്ത് നയനമോളുടെ കൂടെ നിൽക്കേണ്ടതാണ് ഞങ്ങളെല്ലാവരും
വരുമെന്ന്. അന്നേരം മുത്തശ്ശൻ പറയും പോയി നിന്നോ വേണമെങ്കിൽ, ദേവയാനിക്ക് പോകണമെങ്കിൽ ദേവയാനിയും പോയി നിന്നോട്ടെ, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല, ആ കുഞ്ഞിന് വേണ്ടി ഞാനും കാത്തിരിക്കുവാണ് എന്ന്. അന്നേരം മുത്തശ്ശി ചോദിക്കും ഒരു 6 മാസമോടെ കഴിഞ്ഞാൽ കുഞ്ഞിങ്ങ് വരും, അന്നേരം ഈ പിണക്കം കൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം അതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും ആദർശ് ക്ലിയർ ആക്കിയിരിക്കും. അവൻ അതിൻ്റെ പുറകെയാണ് എന്ന് എനിക്കറിയാം. അവൻ വിജയശ്രീ ലാളിതനായിട്ട് ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പേ ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുമെന്ന് എനിക്കറിയാമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ആ ഒരു കാര്യം മാത്രം നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്ന് തോന്നുന്നു. കാരണം മുത്തശ്ശൻ ഒരുപാട് ഹൈപ്പ് കൊടുത്ത് വിശ്വസിക്കുന്ന ആദർശ് ആകെ ചെയ്യുന്നത് മാളവികയോട് പോയി കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പം മാളവിക പറയും ഡേവിഡിൻ്റെ മുകളിൽ ഒരാളുണ്ട്, അയാൾ ആ ഹോട്ടലിലാണ് എന്ന് തോന്നുന്നു, നമുക്ക് അവിടെ പോയാലേ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ എന്ന്. അത് കഴിഞ്ഞ് ആദർശ് നേരെ സേവ്യറിൻ്റെ അടുത്ത് പോകുന്നു. സേവ്യർ പറയുന്നു നമ്മൾ ഈ എക്സ് എന്ന് പറഞ്ഞേക്കുന്ന ആളെയാണ് തിരയുന്നത്, ആ ആൾ ആ ഹോട്ടലിൽ തന്നെയാണ് ഉള്ളത്, അവിടെയാണ് അവരെ ലൊക്കേഷൻ കാണിക്കുന്നത് എന്ന് പറയുന്നു. എങ്കിൽ അവിടെ പോയി എങ്ങനെയെങ്കിലും അയാളെ കണ്ടെത്തണമെന്ന് ആദർശ് പറയുന്നു. അതാണ് 1 മാസമായിട്ട് നടക്കുന്നത്. ആദർശിൻ്റെ തലയിൽ വേറെ ബുദ്ധിയൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ കാണിക്കുന്നത് ആ പലഹാരം ഉണ്ടാക്കുന്ന സ്ത്രീയായിട്ട് ദേവയാനിയും മുത്തശ്ശിയും നയനയുടെ അടുത്തോട്ട് ചെല്ലുന്നു. ഒരുപാട് സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുന്നു. മുത്തശ്ശി അവരെ പറ്റി പറഞ്ഞ് നയനയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ പോകുമ്പോൾ മുത്തശ്ശിനെ പറ്റി ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. മുത്തശ്ശന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയന. അന്നേരം ദേവയാനി ഒരു മാറ്റവും ഇല്ലെന്ന് പറയുമ്പോൾ ആകെ വിഷമമാകുന്നുണ്ട് നയനയ്ക്ക്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.